ആവാറായില്ലേ? അപ്പോൾ കുറച്ച് ഗിഫ്റ്റ് ഐഡിയാസ് നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കിഡിലനായിട്ടുള്ള ഒരു മാജിക് കാർഡ് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്ക് 2024 എന്ന് പെൻസിൽ കൊണ്ട് എഴുതി കൊടുക്കാം. ശേഷം നമുക്ക് 4ൻ്റെ സെക്ഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം അതിലും കുറച്ച് വലിപ്പമുള്ളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു പീസ് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു പേപ്പർ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് 5 എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഒരു കാർഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഗ്യാപ്പിൽ നമുക്ക് 4 എന്ന് എഴുതി കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു പേപ്പർ ഒന്ന് പുറത്തെടുത്തിട്ട് അതിൽ വിഷസ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ഞാൻ എല്ലാം പെൻസിലുണ്ടായിരുന്നു എഴുതിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാർക്കർ വെച്ച് ഒന്ന് എഴുതിയിട്ട് ഒന്ന് ക്യൂട്ടാക്കി എടുക്കാം. നോക്കിയേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള കാർഡ് റെഡി. നെക്സ്റ്റ് ഒരു വെറൈറ്റി പോപ്പപ്പ് ആൻഡ് സ്ലൈഡർ കാർഡാണ്. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു പേപ്പർ എടുക്കാം. അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങളും അതേപോലെ തന്നെ എടുക്കാം. ഇനി നമുക്കിതൊന്ന് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ഓരോ ലൈൻസും നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ 2 ഹാഫിൽ നമുക്ക് ഗിഫ്റ്റ് ബോക്സ് വരച്ചു കൊടുക്കാം. അതൊന്ന് ക്യൂട്ടാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചെറിയൊരു കട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണ്ട, സെൻറ്ററിൽ മാത്രം ഒന്ന് കട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു പേപ്പർ എടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡിലും നമ്മുടെ വിഷസ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി ഒന്ന് ക്യൂട്ടാക്കി എടുക്കാം. വേണമെങ്കിൽ നമുക്ക് പിക്ക് വരക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമ്മൾ ആദ്യത്തെ പേപ്പറിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പേപ്പർ ഇൻസേർട്ട് ചെയ്യുക. ശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നെക്സ്റ്റ് ഒരു സിമ്പിൾ കാർഡാണ്, അതേപോലെ ക്യൂട്ടുമാണ്. ആദ്യം നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് 2025 എന്ന് എഴുതി കൊടുക്കാം. ശേഷം അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഉള്ളിൽ വിഷസ് എഴുതിയിട്ട് താഴെ ഒരു ക്യൂട്ട് ഗേളിൻ്റെ പിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയേ, ക്യൂട്ട് ആൻഡ് സിമ്പിൾ അല്ലേ കാണാൻ? ലാസ്റ്റ് വന്നൊരു ഹോട്ട് എയർ ബലൂൺ കാർഡാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ശേഷം കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് അതിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അതിലുള്ള സർക്കിളിൻ്റെ പോർഷനിൽ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മുടെ സർക്കിൾ പീസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ത്രെഡിൻ്റെ ഒരു അറ്റം നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റോളിലേക്ക് ഇട്ട് കൊടുക്കാം. താഴത്തെ എൻഡിൽ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരു ചെറിയൊരു പേപ്പർ പീസ് എടുത്തിട്ട് അതിൽ 2025 എന്ന് എഴുതി കൊടുത്തിട്ട് കളർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് ഈ ത്രെഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെ എയർ ബലൂണിൻ്റെ ഒരു സ്ലൈഡർ കാർഡ് റെഡി. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ.